എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ ജിതിങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ നമ്മൾ തുംജാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഹാഫ് ലോങ് 8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുംജാങ് പോയിട്ട് തിരിച്ച് വന്നോക്കി ഹാഫ് ലോങ് കയറി കുറച്ച് സ്ഥലമുണ്ട്. അതുകൊണ്ട് കണ്ടിട്ടാണ് ഗുവാഹട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓഫീസിൻ്റെ അവിടെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചാണ്ട് കിടന്ന ഫുഡൊക്കെ ഉണ്ടായി കഴിച്ച് ഇതില് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് എല്ലാം വിളിച്ചാണ് കിടന്നേട്ടാ. രാത്രി കൊതുക് ഉണ്ടാവുന്നേട്ടാ, നല്ല കൊതുകായിരുന്നു. ബസ്സൊക്കെ ഉണക്കാനിട്ടേക്കാനുണ്ടാ. ഇനിയിപ്പോൾ പയ്യെ ഇറങ്ങാൻ എന്തായാലും. അങ്ങനെ നമ്മൾ ബാഗെല്ലാം സെറ്റ് ചെയ്തേട്ടാ സൈക്കിളിൽ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇറങ്ങനെയാണ്. നല്ല സെൻറ്റിലുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി. ഇതുണ്ടല്ലേ ഇവിടെയുള്ള ട്രൈബൽസാണ്. കാസി ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ വേറെ കുറച്ച് ട്രൈബൽസൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൃഷിപ്പാടത്തേക്ക് പോകണേ കേട്ടോ. ഇതിപ്പോൾ ഗുവാഹട്ടിയിൽ നിന്നൊക്കെ വന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. ഈ റൂട്ട് ഹാഫ് ലോങ് പോണ റൂട്ടാണ് കേട്ടോ ഉണ്ടല്ലേ. അത് ഹാഫ് ലോങ്, ഈ റൈറ്റ് ഗുവാഹട്ടി കേട്ടോ. നമ്മളിപ്പോൾ വീണേ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹാഫ് ലോങ്ങിൽ ഗുവാഹട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് പോണത്. അവിടെ ഒരു പീക്ക് ഉണ്ട് കേട്ടോ, തുംജാങ് പീക്ക് കാണാൻ വേണ്ടി പോണേ കേട്ടോ. എന്നാലും പോണെങ്കിൽ കാണാം. നമ്മളെ ഇപ്പോൾ ഇറങ്ങിയേട്ടാ. ഇവിടുന്ന് അത്യാവശ്യം ഇറക്കമുണ്ട്. അതിന് നല്ല കയറ്റം വരുമെന്ന് തോന്നട്ടാ. നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സൈഡ് ബ്രേക്കുള്ളൂ കേട്ടോ, മറ്റൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും പയ്യെ ഇറങ്ങാം കേട്ടോ. വേറെ രാവിലെ എണീച്ച് ഇവരുടെ കൃഷിപ്പാടത്തേക്ക് പോകണേ കേട്ടോ. ഈ കാണുന്ന ലോഡും വണ്ടികളെല്ലാം ഉണ്ടല്ലോ സിൽച്ചാറിലേക്ക് ലോഡായിട്ട് പോണ വണ്ടികളാണ് കേട്ടോ. കണ്ടില്ലേ ഇഷ്ടംമാതിരി ലോഡും വണ്ടികളുണ്ട്. സിൽച്ചാർ ത്രിപുരയിലൊക്കെ പോണ വണ്ടികളാണ് കേട്ടോ. രാജസ്ഥാൻ രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. അത്യാവശ്യം കയറ്റുണ്ട് കേട്ടോ നമ്മൾ പോണ റൂട്ടിലൊക്കെ. റോഡ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങോട്ടേക്ക് എന്താ അവസ്ഥയെന്നൊരു പിടുത്തമില്ല കേട്ടാ. ഇത് നോക്കി, ഇതൊരു വീടാണ് കേട്ടാ. അതായത് ഈ ഓഫീസിലേക്ക് എന്തോ കൊണ്ടുപോകണേന്ന് തോന്നട്ടാ. ഒരു വീട് പറിച്ചു കൊണ്ടുപോകണ ഫീലാണ് കണ്ടിട്ട് തോന്നണ. എൻ്റെ മോനെ, നിങ്ങൾ ഈ കാണുന്ന കാടുകളില്ലേ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ട്രൈബൽസിൻ്റെ ഒക്കെ കൃഷിയൊക്കെ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ വാഴയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു മിക്സ് ചെയ്താണ്ട് കൃഷിയൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ അവിടെയൊക്കെ നെല്ലുണ്ട് കേട്ടോ. ആ കാണുന്നത് നെല്ലാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പുല്ലായിട്ടേ തോന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ റബ്ബറുണ്ട്. കണ്ണയൊക്കെ റബ്ബറാണ് തോന്നട്ടാ. എന്തോരം കൃഷിയാണ്. പക്ഷെ നമ്മൾ കണ്ടു തന്നെ നമുക്ക് തോന്നൂല കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അത് മാത്രമേ മെയിനായിട്ട് കാണുള്ളൂ. അങ്ങനെ നമ്മൾ തുംജാങ്ങിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല തുംജാങ് എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ മാഹൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഒരു ചെറിയൊരു ഗ്രാമമാണ്. അതുപോലെ തന്നെ ഇവിടെ ചർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ട്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസികളാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലുള്ളതുണ്ടല്ലോ മിസോ എന്ന് പറയുന്ന ട്രൈബാണ് കേട്ടോ. നമ്മൾ മിസോറാമിലൊക്കെ കണ്ടില്ലേ അവരാണ്. നമ്മളിപ്പോൾ വന്നോയ്ക്ക് ഒരാൾ ചോദിച്ചാണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മിസോ എന്ന് പറഞ്ഞ ട്രൈബാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇവർ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോർഡൊന്നും കണ്ടില്ല കേട്ടോ. സാധാരണ പലയിടത്തും ഈ മിസോറാമിലൊക്കെ ആണെങ്കിലും ചിബായ് നമസ്തേ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടോ. ഇതൊരു ടൗണാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യം വീടുകളും കടകളും സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എനിക്ക് തോന്നുന്നത് മിസോ മാത്രമല്ല കേട്ടോ, കുക്കി ഉണ്ടെന്ന് തോന്നുന്നു. വന്നോയ്ക്കൊരു ബോർഡ് ഉണ്ടായിരുന്നു കുക്കീൻ്റെ. കണ്ടില്ല ഒരു വലിയൊരു കിട്ടിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. റോഡൊക്കെ പലയിടത്തും മോശം കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്ത് വേണം പോവാൻ. നമ്മളെ പോണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम है रिचार्ड. रिचार्ड. अच्छा आप यहाँ का है ना? अच्छा आपका नाम क्या है भैया? आप गुवाहाटी का? अच्छा ഹായ് ഭയ്യ, आपका नाम क्या? ഇരുട്ടി വന്നാണ്ട് മേളിലൊക്കെ കണ്ടില്ല കോട ഉണ്ട് കേട്ടോ ഇപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു വ്യൂ ഉണ്ട്. ഇവിടെ അങ്ങനെ ആ മലയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കോട് വേണം കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോണ്ടല്ല നല്ല തണുത്ത കാറ്റാണ്ടാ. ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അങ്ങനെ നല്ല എന്താ പറയുക, ഇവിടെ ഒരു ചെറിയൊരു ഷെൽട്ടറും കൂടെ ഉണ്ടാവും. ഞാൻ ഇവിടെ എന്തായാലും ടെൻ്റ് അടിക്കും കേട്ടോ. കാരണം എൻ്റെ ടെൻറ്റ് കുറച്ച് ശോകമാണ്. അത് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്നുണ്ട്. മഴ പെയ്ത് തന്നെ വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ടെൻ്റ് അടിക്കാൻ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പല അടിപൊളി സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് ടെൻ്റ് അടിക്കാൻ തോന്നുമെങ്കിലും പയ്യെ കയറാട്ടോ. ഇപ്പം ഏകദേശം ഇരുട്ടി വന്നിട്ട് കേട്ടോ. ഇവിടെയാണ് ഈ റോഡിൻ്റെ പണിയൊക്കെ നടന്നിട്ടിരിക്കുന്നത്.
ഇതൊക്കെ ലോഡും കൊണ്ട് പോണ വണ്ടിയാണ്ടാ. എനിക്കൊന്ന് റോഡിന്റെ പണിയായിട്ട് ഇങ്ങനെ തോന്നുന്നു. കണ്ടില്ലേ ഇവിടെയൊക്കെ പണിക്കാരൊക്കെ ഇപ്പൊ ഉണ്ട് ഇവിടെ. ഈ റോഡിന്റെ പണി ഇനി എന്ന് കഴിയുന്നൊരു പിടുത്തു വരാട്ടാ. എനിക്ക് തോന്നുന്നു ഹൈവേ ആണ് തോന്നണ്ടാ. ഇത് നേരെ മണിപ്പൂർ അതുപോലെ തന്നെ നാഗാലാൻഡൊക്കെ പോകാൻ പറ്റട്ടെ ഈ റൂട്ട്. നമ്മളിങ്ങനെ പയ്യെ സൈക്കിൾ തള്ളിക്കൊണ്ടാണ് കയറണത്, കാരണം ചവിട്ടിയിട്ട് കയറണല്ലാട്ടാ. എനിക്ക് തോന്നണേ നമുക്ക് ആ ഒരു സൈഡിലേക്കാണ് പോവാണ്ടേന്ന് തോന്നുന്നുണ്ട്. അവിടെ എൻ്റെ റൂട്ട് കാണാണ്ട് തെന്നലുണ്ട, നല്ല രീതിയിൽ സ്ലിപ്പാണ്ട് സൈക്കിളെ. കാരണം റോഡിൻ്റെ കണ്ടീഷൻ ഇതാണ്ടാ. ഇവിടെ പണി ഏകദേശം നല്ല ടൈം എടുക്കുന്നവർ പറയണ കഴിയാൻ വേണ്ടി. അത് നോക്കിയേ മലയിലൊക്കെ ഫുള്ള് കോട വന്നു തുടങ്ങിയിട്ടാ. ചെറിയ രീതിയിൽ മഴത്തുള്ളികൾ പൊടിയാണ്ട്. മിക്കവാറും ഒരു കിറ്റിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടാ. മഴ പെയ്ത് തന്നെ മക്കളെ നല്ല പണി കിട്ടും കേട്ടോ, നല്ല രീതിയിൽ തെന്നും. അങ്ങനെ നമുക്ക് ഇന്ന് താമസിക്കാൻ സൗകര്യം കിട്ടിയേട്ടാ. അപ്പം നമ്മളിവിടെ പരിപ്പ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഇതൊരു ട്രൈബൽ ഹൗസാണ്ടാ. हाय भैया, कैसे हो? अच्छा, आपका नाम क्या है भैया? एम जेमी है ना. आपका ट्राइब का नाम भी नागा जेमी है ना. अब ये गांव का ചെയർമാൻ है. അച്ഛാ, ആൾ ഈ ഗ്രാമത്തിലെ ചെയർമാനാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിപ്പോട്ടെ, കാരണം റോഡിലൊക്കെ ഫുള്ള് ഇതാണ്ട് ഫോഗാർന്ന്. നമുക്ക് എവിടെയും തങ്ങാൻ സ്ഥലം കിട്ടിയില്ല. അവസാനമാണ് പുള്ളീനെ കണ്ടുകൂട്ടിയേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചം നല്ല രീതിയിലില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് അടിച്ചാണ് വീഡിയോ എടുക്കണേട്ടാ. അപ്പോൾ നമ്മുടെ പരിപ്പറി ഇവിടെ തിളച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ ചോറ് മൂപ്പര് തരാമെന്ന് പറഞ്ഞേട്ടാ. അയ്യാത്തോ, താങ്ക് യു.